കേരളത്തിലേക്ക് ഏറ്റവും അധികം സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കടന്നുപോകുന്ന ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ്. വയനാട് ജില്ലയിൽ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ അതീവ ജാഗ്രതയാണ് എക്സൈസ് പുലർത്തുന്നത്. ഇന്നലെ 285 ഗ്രാം MDMA ആണ് എക്സൈസ് പിടികൂടിയത്. അതിർത്തിയിൽ എക്സൈസ് സ്വീകരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേരളത്തിലേക്കുള്ള ലഹരിയുടെ പ്രധാന കവാടം എന്ന് പറയുന്നത് ഒരുപക്ഷെ വയനാട് ജില്ലയാകാം. വയനാട് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് ലഹരി കടന്നു വരുന്നത്. സ്വാഭാവികമായും എക്സൈസ് വകുപ്പ് കർശന ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ച് എക്സൈസ് വകുപ്പ് ഇതുവരെ പിടികൂടിയത് 1.5 കിലോയിലധികം വരുന്ന മെത്താഫിറ്റമിൻ MDMA ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കൂടി 1.5 കിലോയോളം വരും. എന്തായാലും അതീവ ജാഗ്രതയിലാണ്. നിരവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള Y പ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയാണ് നമ്മൾ ഈ അതിർത്തികളിൽ പുലർത്തുന്നൊരു ജാഗ്രത എങ്ങനെയാണ്? വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ വയനാട് ജില്ലയിൽ 3 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഒന്ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റ്, രണ്ടാമത് അത് മേജർ ചെക്ക് പോസ്റ്റാണ്. രണ്ടാമതുള്ളത് ബാവിലി ചെക്ക് പോസ്റ്റ്, പിന്നെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റാണ്. ഈ 3 ചെക്ക് പോസ്റ്റുകളിലും എക്സൈസ് ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് 178 കേസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1553 ഗ്രാം MDMAയും അണക്കൽ അതോടൊപ്പം മെത്താഫിറ്റമിനും ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് നമ്മുടെ ഒരു പരിശോധന നടക്കുന്നത്? ഈ വാഹനങ്ങൾ ഉൾപ്പെടെയാണ് അത് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മേജറായിട്ടുള്ളൊരു വേട്ട നടന്നല്ലോ, 285 ഗ്രാം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് വന്നല്ലോ. ഇത് വാഹനങ്ങൾ 13ഓളം വാഹനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബസ്സുകളിലും ഈ സാധനങ്ങൾ കടത്തുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതിരോധം എങ്ങനെയാണ് നമ്മൾ തീർക്കുന്നത്? നമ്മൾ എല്ലാ വാഹനങ്ങളും വളരെ വിശദമായി പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടുള്ളത്. അത് കൃത്യമായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്.